പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മജ്ബൂസുൽ കൂഷിയാണ് ഇന്നത്തെ വിഭവം. മജ്ബൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിഷാണല്ലോ. പക്ഷേ ഇത് പുരാതന കൊച്ചിയിലെ ഒരു സ്പെഷ്യൽ മജ്ബൂസാണ്. വിവാഹ ചടങ്ങുകളിലും അതുപോലെയുള്ള പ്രധാന ആഘോഷങ്ങളിലൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു സ്പെഷ്യൽ കൊച്ചിൻ മജ്ബൂസ്. ആദ്യം നമുക്ക് 2 സ്പൂൺ പശുവിൻ നെയ്യ് എടുക്കാം. പശുവിൻ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 5 എണ്ണം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 തക്കാളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. തൊലി കളഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ശരിക്കും ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വല്ല വിഷാംശമുള്ള പച്ചക്കറി ആണെങ്കിൽ അതിൻ്റെ പുറമേയുള്ള വിഷാംശമൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമുക്ക് മല്ലിയിലയും പുതിനയും കൂടി ഒരു 25 ഗ്രാം അത് നന്നായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേ ഗ്ലാസിൻ്റെ അളവിൽ അല്ലെങ്കിൽ വെള്ളം എടുക്കുന്ന അതേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് അരിയും എടുക്കുക. തൈര് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, ഉപ്പ് 1 സ്പൂൺ ചേർക്കാം. തേങ്ങയും പെരിഞ്ജീരകവും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ 4 ഭാഗം തേങ്ങയും 1 സ്പൂൺ പെരിഞ്ജീരകവുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് 2 ഗ്ലാസ് പുഴുക്കലരി കഴുകി ഊറ്റി വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വെള്ളം ഒഴിക്കുന്നതിനെടുത്ത അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെയാണ് അരിയും എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ചേർത്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോഴേക്കും വെള്ളം ഇനിയും വറ്റാനുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്നുകൂടിയൊക്കെ ഇളക്കി ചേർത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കണം. ഇനിയിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വീണ്ടും തുറന്നു നോക്കുമ്പോഴേക്കും അത്യാവശ്യം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി ശരിയാക്കി വെക്കാം. ഇതിപ്പോൾ പ്രഷർ കുക്കറിലായിരുന്നുവെങ്കിൽ 1 വിസിലിന് ശേഷം തന്നെ നമുക്ക് പാത്രം വാങ്ങി വെക്കാമായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. കുറച്ച് കശുവണ്ടി പരിപ്പും കിസ്മിസും കൂടി പശുവിൻ നെയ്യിലൊന്ന് ചൂടാക്കിയെടുക്കാം. അത് നമുക്ക് മുകളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ മജ്ബൂസ് റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മജ്ബൂസുൽ കൂഷി റെഡിയായിട്ടുണ്ട്. കൊച്ചിയിലെ ഈ സ്പെഷ്യൽ മജ്ബൂസ് നിങ്ങൾക്ക് ചിക്കൻ പെരട്ടോ അല്ലെങ്കിൽ പുതിയാപ്പിള ചിക്കനോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചാനലിൽ വന്നിട്ടുള്ള അഫ്ഗാൻ ചിക്കനോ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ടും കഴിക്കാം. ഇത് മാത്രമായിട്ട് കഴിക്കാനും ടേസ്റ്റിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ആദ്യ അവസാനം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു.